ഇനി കണ്ണൂരിലേക്കാണ്. കെ സുധാകരന് വീണ്ടും അവസരം നൽകുന്നതിൽ വിമർശനവുമായി കണ്ണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. എം പിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പിന്തുണച്ചില്ല എന്നാണ് ആക്ഷേപം. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, എന്താണ് നിലവിലെ സ്ഥിതി? കണ്ണൂരിലും അതുപോലെ തന്നെ എളയാവൂർ ബ്ലോക്കിൽ നിന്നുള്ള അംഗങ്ങൾ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം കെ സുധാകരനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കെ സുധാകരൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് നന്ദി അറിയിക്കാൻ പോലും മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ഞങ്ങളെ കൊണ്ടാകില്ല എന്നുള്ളതാണ് മണ്ഡലം കമ്മിറ്റി യോഗത്തിനകത്ത് പ്രവർത്തകർ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രധാന കാര്യം. മാത്രമല്ല പറയുന്നത് വീണ്ടും വിമർശനത്തിന് കൂടി കെ സുധാകരന് അവസരം നൽകേണ്ടതില്ല എന്നും ആവശ്യമായിരുന്നു. ഏതായാലും ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിനകത്ത് തുടക്കത്തിൽ കെ സുധാകരന്റെയും അതുപോലെ തന്നെ ടി ഒ മോഹനെയും അനുകൂലിക്കുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് നേതൃത്വം ഇടപെട്ട് അവരെ കഴിഞ്ഞുള്ള മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് ഭൂരിപക്ഷം കെ സുധാകരനെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. അജിൻ, ബിജീഷ്, സുധാകരൻ മത്സരിച്ചാൽ മമ്പറം ദിവാകരൻ വിമതനായി മത്സരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം എന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം മമ്പറം ദിവാകരൻ അത്തരത്തിലൊരു വാദം ഉന്നയിച്ചിരുന്നു. അതായത് കെ സുധാകരന് ഏതെങ്കിലും തരത്തിൽ കണ്ണൂരിൽ സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ താൻ മത്സരിക്കുമെന്നുള്ളതാണ് മമ്പറം ദിവാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം കെ സുധാകരനും അതുപോലെ തന്നെ മമ്പറം ദിവാകരനും തമ്മിൽ വലിയ തരത്തിലുള്ള ഭിന്നത നിലനിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. പക്ഷെ അത് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ മമ്പറം ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നിൽ കെ സുധാകരന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇരുവരും തമ്മിൽ വലിയ തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ പേര് ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ. ഈ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ എതിർപ്പിനെ തുടർന്ന് കണ്ണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ അദ്ദേഹത്തിന് ഹോം ഗ്രൗണ്ടിൽ പോലും അദ്ദേഹത്തിന് കോൺഗ്രസിൽ പിന്തുണയില്ല എന്നാണ് ഈ കാര്യങ്ങൾ തെളിയിക്കുന്നത്. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.